ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിസ്മിത് വിഷൻ. സോ +1 റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങളുടെ മാർക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് അതുപോലെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് +1 റിസൾട്ട് വന്നതിന് ശേഷം ഇപ്പം നമുക്ക് ഓരോ സബ്ജക്റ്റിനും നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സ്കോർ ഉണ്ടാവും. സോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത സ്കോർ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവാലുവേഷനെ കുറിച്ചും ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിനെ കുറിച്ചും പറയുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ പാസ് മാർക്ക്, ഈ മാർക്ക് കാൽക്കുലേഷൻ പറ്റി ഇതിൽ പറയുന്നത് പോലെ ഇമ്പ്രൂവ്മെൻറ്റിൽ നിങ്ങൾ സബ്ജക്റ്റ് എങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്നും ഇതിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റിന് എക്സ്പെക്റ്റ് ചെയ്ത സ്കോർ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ റീവാലുവേഷൻ കൊടുക്കുക. റീവാലുവേഷൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ 500 റുപ്പീസാണ് പെർ പേപ്പർ. നമുക്ക് 3 ഓപ്ഷനാണ് ഉണ്ടാകുന്നത്. അതായത് റീവാലുവേഷൻ ചെയ്യാം, ഫോട്ടോ കോപ്പി ചെയ്യാം, അതുപോലെ തന്നെ സ്ക്രൂട്ടിനി ചെയ്യാം. ഈ റീവാലുവേഷൻ കൊടുത്താൽ മാത്രമാണ് നമുക്ക് മാർക്ക് ഇൻക്രീസായി കിട്ടുകയുള്ളൂ. ഈ ഫോട്ടോ കോപ്പി എന്നതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ എഴുതിയ പേപ്പറിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് പോസ്റ്റ് വഴി അയച്ചു തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നോ സ്കൂളിലിരുന്നോ ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം എവിടെയൊക്കെയാണ് എൻ്റെ മാർക്ക് പോയത്, എങ്ങനെയൊക്കെയാണ് മാർക്ക് പോയതെന്ന് നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പോടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. സ്ക്രൂട്ടിനി എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ ഇതിലൂടെ ചെക്കിങ്, അതാണ് സ്ക്രൂട്ടിനി. സോ ഇതിൽ 3 മോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുന്നത് റീവാലുവേഷനാണ്. റീവാലുവേഷൻ കൊടുത്തതിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ഇൻക്രീസ് ആകുകയുള്ളൂ. ആൻഡ് ഈ റീവാലുവേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നിടത്ത് കൊടുക്കേണ്ടത് 500 റുപ്പീസാണ്. ഇപ്പം നിങ്ങൾക്ക് റീവാലുവേഷത്തിന് ശേഷം ഒരു 10% മാർക്കിന് വേരിയേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടച്ച ഫീസ് നിങ്ങൾക്ക് റീഫണ്ടായിട്ട് തിരിച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ സ്കൂളിലെ പ്രിൻസിപ്പൽ നിങ്ങൾക്കത് റീഫണ്ടായിട്ട് തരുന്നതായിരിക്കും. സോ ഈ 10% മാർക്ക് എന്ന് വെച്ചാൽ 8 മാർക്സോ 9 മാർക്സൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഫീസ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ ലാംഗ്വേജ് സബ്ജക്റ്റ്, എക്സ്പെഷ്യലി ഇംഗ്ലീഷിനൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്റ്റഡ് സ്കോർ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളത് എന്തായാലും റീവാലുവേഷന് കൊടുക്കണം. ഇപ്പോൾ 1 മാർക്കല്ലേ എന്ന് ഓർത്ത് നിങ്ങളത് കളയരുത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ +2, ഇപ്പോൾ നിങ്ങൾക്കൊരു ഗ്രേസ് മാർക്കൊന്നും ഇല്ലാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് +2 അത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. ഇപ്പം നിങ്ങൾ റിസൾട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 1 മാർക്ക് 2 മാർക്ക് 3 മാർക്കിനൊക്കെ ഇംഗ്ലീഷിനൊക്കെ A+ പോയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. സോ അതാണ് പറയുന്നത്, നിങ്ങൾക്ക് 1 മാർക്കാണ് നിങ്ങൾക്ക് കൂടി കിട്ടണമെന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലാംഗ്വേജ് സബ്ജക്റ്റിനാണെങ്കിലും നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കണം. പിന്നെ ഫിസിക്സ് അങ്ങനത്തെ സബ്ജക്റ്റിനൊക്കെ നിങ്ങൾ എന്തായാലും കൊടുക്കണം. ആൻഡ് ഈ റീവാലുവേഷൻ അപ്ലൈ ചെയ്താൽ മാർക്ക് കൂടും എന്നൊന്നുമില്ല. അതായത് റീവാലുവേഷൻ ഇപ്പം നിങ്ങൾ നല്ലപോലെ എഴുതിയിട്ടുണ്ടെന്ന് കോൺഫിഡൻ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവില്ല. ഇപ്പം നമ്മളൊരു എക്സാം എഴുതിയാൽ നമുക്കറിയാം നമ്മൾ എത്രത്തോളം എഴുതിയിട്ടുണ്ട്, എത്രത്തോളം മാർക്ക് നമുക്ക് കിട്ടും. സോ അതിൽ നിന്നൊക്കെ കുറഞ്ഞു പോയാലാണ് നമ്മൾ റീവാലുവേഷൻ കൊടുക്കുന്നത്. സോ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ കൊടുക്കുക. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് മാർക്ക് കൂടി കിട്ടാമെന്നൊക്കെ ഓർത്താരും കൊടുക്കരുത്. അങ്ങനെ എല്ലാവർക്കും ഇൻക്രീസ് ചെയ്യണമെന്നൊന്നുമില്ല. എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇൻക്രീസ് ആയിട്ടുണ്ടാവും. ഈ റീവാലുവേഷൻ അപ്ലൈ ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ ഈ മാർക്ക് ലിസ്റ്റ്, +1 ഒരു മാർക്ക് ലിസ്റ്റ് വേണം. അതിൻ്റെ ഒപ്പം റീവാലുവേഷൻ്റെ ഫോം ഉണ്ട്. ഈ ഫോം നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനോട് ചോദിച്ചാൽ മതി, ടീച്ചർ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. സോ ആ ഫോമിൽ നമ്മൾ ഫില്ല് ചെയ്യണം നമ്മുടെ സ്കൂൾ, അതുപോലെ സ്കൂളിൻ്റെ സ്കൂൾ കോഡ്, അതുപോലെ ഏത് സബ്ജക്റ്റിനാണ് നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കുന്നത്, ആ സബ്ജക്റ്റിനും ഇപ്പം നിങ്ങൾക്ക് ലഭിച്ചെടുക്കുന്ന മാർക്ക് തുടങ്ങിയവയാണ് നിങ്ങളതിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം ഉണ്ടാകും, അതായത് ഇപ്പോൾ റീവാലുവേഷൻ ചെയ്യാൻ നേരത്ത് നമ്മുടെ ഇപ്പോഴത്തെ മാർക്ക് ടീച്ചേഴ്സിന് കാണാൻ പറ്റുമെന്ന്. ഇല്ല, ആ മാർക്ക് ടീച്ചേഴ്സിന് കാണാൻ പറ്റുന്നില്ല. രണ്ടാമത് നമ്മുടെ പേപ്പർ വാലുവേറ്റ് ചെയ്യുന്നതായിരിക്കും. വാലുവേറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിന് അറിയില്ല നിങ്ങൾക്ക് ഇത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നൊന്നും. ഇനി പാസ് മാർക്ക് കാൽക്കുലേഷൻ ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയ സബ്ജക്ട്സിനൊക്കെ, അതുപോലെ തന്നെ കൊമേഴ്സുകാർക്കും സെയിമാണ്. 18 മാർക്സാണ് നിങ്ങൾക്ക് വേണ്ടത് പാസ് മാർക്ക്. വിത്തൗട്ട് CE മാർക്കൊന്നും കൂട്ടാണ്ട് നിങ്ങൾക്ക് 18 മാർക്ക് വേണം. ഇനി ലാംഗ്വേജ് സബ്ജക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷ് ആൻഡ് മലയാളം, സാൻസ്ക്രിറ്റ് തുടങ്ങിയ സബ്ജക്ട്സിനൊക്കെ നിങ്ങൾക്ക് 24 മാർക്സാണ് നിങ്ങൾക്ക് വേണ്ടത്. അതായത് CE ഒന്നും കൂട്ടാണ്ട് വേണം, 24 മാർക്സ് ഉണ്ടായിരിക്കണം. സോ നെക്സ്റ്റ് ഈസ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ കാര്യം പറയാം. അതായത് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഈ വർഷം മുതൽ നമ്മുടെ ഫൈനൽ എക്സാമിൻ്റെയൊക്കെ കൂട്ടത്തിലായിരിക്കും ഉണ്ടാകുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. സോ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ നേരത്തും നിങ്ങളത് വളരെയധികം ശ്രദ്ധിച്ച് വേണം നിങ്ങളുടെ ഓരോ സബ്ജക്ട്സും നിങ്ങൾ എടുക്കുവാൻ വേണ്ടി.
അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന സബ്ജക്റ്റ്, ഇപ്പോൾ ലാംഗ്വേജ് സബ്ജക്റ്റൊക്കെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ +2 അത് എഫക്റ്റ് ചെയ്യരുത്. +2 നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് നല്ല സ്കോർ വാങ്ങാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യരുത്. അതായത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ആയിട്ട് തോന്നണം. അതായത് ഫിസിക്സിനൊക്കെയാണ് മിക്ക വിദ്യാർത്ഥികൾക്കും ഈ +2 അതൊരു പണി കിട്ടുന്നത്. അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷ്, ഫിസിക്സ് തുടങ്ങിയ സബ്ജക്റ്റൊക്കെ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാം. മാക്സിമം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് 3 സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ആ ടൈമിൽ നിങ്ങളുടെ ഫൈനൽ എക്സാമിൻ്റെ ടൈമാണ് ഇമ്പ്രൂവ്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. സാധാരണ വെച്ചാൽ +2ൻ്റെ പോർഷനും ഈ +1 ഇമ്പ്രൂവ്മെൻറ്റ് പോർഷനും കൂടിയൊക്കെ ഒരുമിച്ച് പഠിക്കുന്നതെന്ന് വെച്ചാൽ അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ലാസ്റ്റ് ഇയറൊക്കെ നിങ്ങൾക്ക് നോക്കുക, ഒരു ഒക്ടോബർ, സെപ്റ്റംബർ ഒരു മന്തോട് കൂടിയാണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം. സോ അപ്പോൾ സ്റ്റുഡൻസിന് റിലാക്സേഷനാണ്. കാരണം എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് ഇനി +2ന് നല്ലപോലെ പഠിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഇപ്പം മുതൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെയൊക്കെ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പം മുതൽ നിങ്ങളത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ട് പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് +2ൻ്റെ ഒപ്പം അത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. എക്സ്പെഷ്യലി സയൻസ് സ്റ്റുഡൻസിനൊക്കെ നിങ്ങളുടെ ഫിസിക്സും ആ പോർഷൻസൊക്കെ നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങളത് നല്ലൊരു എഫേർട്ട് ഇട്ട് നിങ്ങളത് എയിം ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് നല്ല ഒരു മാർക്ക് കിട്ടും. സോ ഇനി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം തുടങ്ങിയതിനൊക്കെ പറ്റി ഇനി പുതിയ വല്ല അപ്ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം. സോ ഇനി റീവാലുവേഷൻ തുടങ്ങിയതിനെപ്പറ്റി നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങളതൊന്നും ആൻഡ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥികളിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.